എൻ്റെ പേര് സബീറ റഫീഖ്. ഞാൻ ബോൺ ആൻഡ് ബ്രോട്ട് ഓഫ് കൊച്ചി തന്നെയാണ്. കല്യാണം കഴിച്ചത് കാഞ്ഞിരപ്പള്ളിയിലാണ്. ഞാനിപ്പോൾ കൊളാജ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു 3 ഔട്ട്ലെറ്റ് ഉണ്ട്. മൾട്ടി ബ്രാൻഡ് സ്റ്റോറാണ്. കൊളാജ് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2.5 വർഷത്തോളമായി. തികച്ചും ഞാനൊരു വീട്ടമ്മയായിരുന്നു കഴിഞ്ഞൊരു 13 വർഷമായിട്ട്. അത് ഒരു പെട്ടെന്ന് ഒരു സാഹചര്യത്തിലേക്കാണ് ഒരു ഓൺട്രപ്രണറായിട്ട് മാറാൻ കഴിഞ്ഞത്. ഇത് ആക്ച്വലി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എൻ്റെ ഒരു ലൈഫിലേക്ക് വന്നൊരു എന്താ പറയുക, ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് എന്ന് തന്നെ പറയാം. അങ്ങനെ വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ സ്റ്റാർട്ടപ്പ് ചെയ്തതല്ല. എൻ്റെ ഹസ്ബൻഡും അവരുടെ ഫ്രണ്ട്സും കൂടെ സ്റ്റാർട്ടപ്പ് ചെയ്യാനിരുന്ന ഒരു ബിസിനസ്സാണ്. പിന്നെ അവർ 3 ഫ്രണ്ട്സായിരുന്നു. പിന്നെ അവർ 2 പേര് ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് പിന്മാറിപ്പോയി. പിന്നെ ഓൾറെഡി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫണ്ട് അത് ഇൻവെസ്റ്റ് ആയി പോയതുകൊണ്ട് എനിക്കത് ടേക്ക് ഓവർ ചെയ്യേണ്ടതായിട്ട് തന്നെ വന്നു. ഇവിടം വരെ എത്താനില്ലെങ്കിൽ ഞാൻ പഴയ എന്ന് പറയുക വീട്ടമ്മ തന്നെയായിരിക്കും. കാഞ്ഞിരപ്പള്ളിയുള്ള ആ ഒരു ടൗണിൽ നമ്മൾ ഒതുങ്ങിക്കൂടും. നമ്മളൊക്കെ എനിക്കെപ്പോഴും ബിസിനസ്സിൻ്റെ കൂടെ തന്നെ എൻ്റെ ഫാമിലി ലൈഫ് എനിക്ക് ഒന്നിച്ച് കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹമാണ്. ഇപ്പോൾ എൻ്റെ ഇൻലോസ് ആണെങ്കിലും എൻ്റെ പിള്ളേരാണെങ്കിലും എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ഞാനൊരു ഓൺട്രപ്രണർ ആയതുകൊണ്ട് അവരെ കാര്യങ്ങൾക്കൊന്നും മുടക്കം വെച്ചിട്ടില്ല. അത് എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഫാമിലിയാണ്. അതിൻ്റെ കൂടെ ഓൺ ദ ഫ്ലോയിലാണ് ഞാൻ ഈ ബിസിനസ്സും കൊണ്ടുപോകുന്നത്. ഈ കൊളാജിലേക്ക് വരാനുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവാണ് ഫസ്റ്റ് എനിക്ക് കിട്ടിയത്. കൊളാജ് സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നെഗറ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള നെഗറ്റീവ്സാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞാൻ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി ആയതുകൊണ്ട് തന്നെ ഒരു പെണ്ണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്തിരി ആൾക്കാർ ഓട്ടോമാറ്റിക് ഒരു ചോദ്യം ഉണ്ടാവും, എന്തിന് നിങ്ങളിങ്ങനെ ബിസിനസ് ചെയ്യണം, നിങ്ങൾ ഓൾറെഡി നല്ല ഫിനാൻഷ്യലി വെൽ സെറ്റപ്ഡ് അല്ലേ. പക്ഷേ എല്ലാവർക്കും ഒരു പാഷനുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടി അല്ലെങ്കിൽ കുറച്ച് പാത്രം കഴുകി പിള്ളേരെ നോക്കി ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേനും പിള്ളേർ എന്നെ ചോദിക്കും, ഉമ്മ എന്തിനാ എന്നെ നോക്കിയിരുന്നു, ഉമ്മാക്ക് ഉമ്മാടേതായിട്ടുള്ള ലൈഫില്ലായിരുന്നാ. കാരണം ആ ഒരു രീതിയിൽ നിന്ന് എനിക്കൊരു മാറ്റമായി. ഇന്നിപ്പോൾ ഞാനൊരു ബ്രാൻഡ് ഓണറായി. അപ്പോൾ എനിക്ക് അതിൻ്റെ ആ സമൂഹത്തിൻ്റെ ചിന്താഗതിയും കാഴ്ചപ്പാടും ഫാമിലിയിൽ തന്നെ എനിക്കതൊരു മാറ്റമേ ഞാൻ അനുഭവപ്പെട്ട്. അന്ന് ഞാൻ വീട്ടിലിരുന്നപ്പോൾ ഈ പറഞ്ഞതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ നല്ലൊരു മരുമകളായിരുന്നു, ആ ഒരു അംഗീകാരമായിരുന്നു. പക്ഷേ മരുമകളുടെ കൂടെ ഇന്ന് ഞാനൊരു ബിസിനസ് ഓൺട്രപ്രണർ കൂടെ ആയപ്പോഴത്തേനും എനിക്ക് ഈ പറഞ്ഞ പോലെ ഡബിളായി എൻ്റെ മൂല്യം. വീട്ടിലെൻ്റെ ഫാദർ ഇൻ ലോ മദർ ഇൻ ലോ ഭയങ്കര സപ്പോർട്ടീവാണ്. എൻ്റെ ഹസ്ബൻഡ് അവരെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഒരു ഓൺട്രപ്രണറായി മാറിയത്. തികച്ചും എൻ്റെ മദർ ഇൻ ലോയും എൻ്റെ ഫാദർ ഇൻ ലോ എൻ്റെ ഹസ്ബൻഡ് അവർ എന്നെ ഫുൾ സപ്പോർട്ടാണ്. കാരണം അവർ എൻ്റെ പിള്ളേരെ നോക്കാനാണെങ്കിലും ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതും ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കൊക്കെ അവരെന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാറുണ്ട്. മെൻ്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി വരെയും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് ഞാൻ ഇന്നൊരു ഓൺട്രപ്രണർ ആയത്. അതിൽ ഒരുപാട് എന്താ പറയുക, ഹിഡൻ സാഡ് സ്റ്റോറീസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇറ്റ് ഇസ് നോട്ട് ബിൽഡ് അപ്പ് ഇൻ എ ഡേ. അതിൻ്റെ പുറത്തുള്ളത് കുറേ ഹാർഡ്ഷിപ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ കൊളാഷ് റൺ ചെയ്തുകൊണ്ട് പോണ്. പക്ഷെ എൻ്റെ പാഷൻ എനിക്കുള്ളത് കൊണ്ട് എനിക്കതൊരു ബ്രാൻഡാക്കി മാറ്റണം എന്നുള്ള ഒരു വിൽ പവർ, അതിന് വേണ്ടി തന്നെയാണ് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കൊളാജ് ഒരു ബ്രാൻഡായി മാറണം. ഇതിൻ്റെ അത് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലത്തെ കുറേ വീട്ടമ്മമാരുണ്ട്. വീട്ടിൻ്റെ അകത്ത് നമ്മൾ പിള്ളേരെ നോക്കി കുടുംബം നോക്കി അങ്ങനെ കഴിഞ്ഞു പോണ ഒരുപാട് വീട്ടമ്മമാർക്കുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് പെട്ടെന്ന് നടക്കണൊരു കാര്യമല്ല. പ്രത്യേകിച്ച് എറണാകുളം പോലത്തെ ഒരു സിറ്റിയിൽ നമ്മളൊരു ഷോപ്പ് എടുത്ത് അതിൻ്റെ ലക്ഷങ്ങൾ മുടക്കണ ഇൻറ്റീരിയർ, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇതെല്ലാം കൊടുത്ത് ഒരു ഷോപ്പ് ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് കൂട്ടിയൊരു സാധാരണക്കാരുടെ ഒരു വീട്ടമ്മക്ക് ഒരിക്കലും ഫീസിബിൾ ആയിട്ടുള്ളൊരു കാര്യമില്ല. അപ്പോൾ കൊളാജ് എന്ന മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതുപോലെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിട്ട് അവർക്കൊരു ഒരു സ്റ്റോർ, ഒരു കിയോസ്കി സ്റ്റോർ, ഒരു ബ്രാൻഡ് ഇവിടെ കൊളാജിൽ അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഫ്യൂച്ചർ ഇപ്പം ഞാൻ നിലവിൽ നോക്കണ ഈ 3 സ്റ്റോർ തന്നെ മാക്സിമം റൺ ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് ഈ ബ്രാൻഡ് കുറച്ചും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് മറ്റുള്ള പല സ്ഥലത്ത്, ഇപ്പം ഞാൻ എറണാകുളം സിറ്റി തന്നെയാണ് 3 ഔട്ട്ലെറ്റും സ്റ്റാർട്ട് ചെയ്തിരിക്കണം. എനിക്കിനിയിപ്പോൾ ഒന്ന് കാലിക്കറ്റ്, കൊല്ലം ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള പ്ലാനിലുണ്ട്. പക്ഷെ അത് ഉടനെ ഇല്ല, ഇറ്റ് ടേക്ക് ടൈംസ്. നമ്മൾ എന്തായാലും പെട്ടെന്ന് ഓടി എങ്കിൽ കൂടി എനിക്ക് ഈ 2.5 വർഷം കൊണ്ട് എനിക്ക് 3 ഔട്ട്ലെറ്റ് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. അത്രയും എനിക്ക് എത്താൻ പറ്റി.
അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതെൻ്റെ ഹസ്ബൻഡും എൻ്റെ ഫാമിലി സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇവിടം വരെ എത്താൻ പറ്റില്ലായിരുന്നു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദൈവം തന്നൊരു അനുഗ്രഹം എന്ന് പറയാം. ഒരു ബ്രാൻഡ് ഓണർ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാനിത് സ്റ്റാർട്ടപ്പ് ചെയ്യണത് കാക്കനാടാണ്. ഞാൻ ഫസ്റ്റ് ഈ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ കാക്കനാട് ഞാൻ അന്ന് കാഞ്ഞിരപ്പള്ളി താമസിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഒരു ഹാർഡ്ഷിപ്പ് ഉണ്ട് അതിൽ. നമ്മൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നമ്മൾ ഫോണിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ഓരോ ക്ലയൻസിനെ കണ്ടുപിടിച്ച് അവരോട് സംസാരിച്ച് നേരിട്ട് വന്ന് മീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ കാക്കനാട് നമ്മുടെ സ്റ്റോറിൽ നമ്മൾ പോവും. അവിടെ ചെല്ലുമ്പോൾ 5 പേര് വരാമെന്ന് പറയും. അതിനകത്ത് ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് പകുതി എത്തുമ്പോൾ അതിൽ നിന്ന് 2 പേര് പറയും ഞങ്ങൾ അടുത്ത ദിവസം വരാം. പിന്നെ വരുന്നത് 3 പേരായിരിക്കും. ഈ 3 പേര് ഉച്ചയ്ക്ക് 12 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ അവർ 5 മണിക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഈ 5 മണിക്ക് വന്നിട്ട് അതിൽ ചിലപ്പോൾ ഒരാളായിരിക്കും സ്പേസ് എടുക്കണം. അങ്ങനെ ഞാൻ ഒരുപാട് തവണ, ഒരു തവണ എന്നല്ല പലതവണ ഇതുപോലെ രാവിലെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പുറപ്പെട്ട് ഈ ക്ലയൻസിനെ കണ്ട് മീറ്റപ്പ് ചെയ്ത് വൈകിട്ട് തിരിച്ചു പോകണം. കാരണം എൻ്റെ പിള്ളേർ സ്കൂളിൽ നിന്ന് വരും. ഞാൻ കാഞ്ഞിരപ്പള്ളിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ പിറകിൽ ഒരുപാട് ഹാർഡ്ഷിപ്സ്. അന്ന് വെറും സ്റ്റാൻഡുകളും ഒരു റൂമും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ഇവർക്ക് വേണ്ടി ഈ പെയിൻറ്റിൻ്റെ കാലി പാട്ടയുടെ പുറത്താണ് ഞങ്ങൾ ഇരുന്നിരുന്നത്. കാരണം നമ്മുടെ ഒരു പാഷൻ നമുക്കതിന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഹാർഡ് വർക്കാണ്. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇനോഗ്രേഷൻ 55 ബ്രാൻഡുമായിട്ടാണ് കാക്കനാട് കൊളാജ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഒരു 3 മാസം ഞങ്ങൾ അവിടെ റൺ ചെയ്തു. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഔട്ട്പുട്ട് അവിടെ നിന്ന് വന്നില്ല. പിന്നെയും ഞങ്ങൾ തളർന്നില്ല. ഞങ്ങൾ അതിനൊരു വേറൊരു രീതിയിലേക്ക് ചിന്തിച്ചിട്ടാണ് ഞങ്ങൾ ഒബ്രോൺ മാളിൽ സ്റ്റാർട്ടപ്പ് ചെയ്തത്. അപ്പോഴും നമ്മുടെ ഈ 55 ബ്രാൻഡ് ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായി. ഇതിൻ്റെ കൂടെ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ കൊളാജിനെ പറ്റി മറ്റുള്ള മൾട്ടി ബ്രാൻഡ് സ്റ്റോറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ പേഴ്സണലി അറിഞ്ഞിട്ടുമുണ്ട്. എന്നെ നേരിട്ട് വന്ന് അവർ സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷെ അതിലൊന്നും കൊളാജിനെയോ എന്നെയോ തകർക്കാൻ പറ്റിയിട്ടില്ല. അത് തന്നെയായിരുന്നു എൻ്റെ മോട്ടിവേഷൻ. ഓരോ നെഗറ്റീവ് വരുന്നതോറും ഞാനത് പോസിറ്റീവായിട്ട് തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നിരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ വീട്ടിലിരുന്നിട്ട് യാതൊരു കാര്യമില്ല. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നമ്മൾക്കൊരു നമ്മുടെ ഒരു ലൈഫേ ഉള്ളൂ. അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഞാനൊരിക്കലും ഫാമിലി ലൈഫിനൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല. അതും നമ്മുടെ ബിസിനസ്, നമ്മുടെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. ഈ 55 ബ്രാൻഡിൽ ഇരിക്കുന്ന ആൾക്കാരും ഇതുപോലെ ഓരോ വീട്ടിലെ കുടുംബത്തിലെ കുടുംബിനികളാണ്. അവർ ഈ കുടുംബമുണ്ട്, പിള്ളേരുണ്ട്, പാഷനുണ്ട്. അപ്പോൾ അവർക്കൊരു സപ്പോർട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. കാരണം ഇവരെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ഇവർക്ക് നമ്മളെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചാൽ മതി. ഇവരതായിട്ടൊരു സ്റ്റാഫിനെ വെക്കേണ്ട കാര്യമില്ല. വേറെ ഒന്നും അവരറിയണ്ട. നമ്മൾ ഡെയിലി സെയിൽ അപ്ഡേറ്റ്സ്, നമ്മുടെ ഭാഗത്തുള്ള കസ്റ്റമർ റിവ്യൂസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അവർക്കൊരു ബിസിനസ് എന്നുള്ളൊരു സ്വപ്നം ഇന്ന് ആർക്ക് വേണമെങ്കിലും സാധ്യമാവും. ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്കൊരു ബിസിനസ് സാക്ഷാത്കരിക്കാൻ ഒരു പാടുമില്ല കൊളാജിനെ കൊണ്ട്. കാരണം കൊളാജ് അതിന് വേണ്ടി എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അതിന് വേണ്ടി നമ്മൾ റേറ്റ് പോലും അവരൊക്കെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് റേറ്റ് പോലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത റെൻറ്റിലാണെങ്കിലും കൊടുക്കാറുണ്ട്. കാരണം ഒരു വീട്ടമ്മക്ക് ചിലപ്പോൾ അവരുടെ ബഡ്ജറ്റ് ഒരുപാടൊന്നും കാണൂല. ചിലപ്പോൾ ഒരു 10,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 20,000 രൂപയ്ക്കോ, ആ 20,000 രൂപയ്ക്കും കൊളാജിൽ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനൊരു പാഷൻ വേണം. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെങ്കിൽ ടേക്ക് ടൈംസ്. ആരും ഒരു ദിവസം കൊണ്ട് ഒരു ബ്രാൻഡായി മാറിയതില്ല. ഒരുപാട് സ്ട്രഗിൾസും ഹാർഡ്ഷിപ്സും നേരിട്ടുകൊണ്ടാണ് ഒരു ബ്രാൻഡ് ആവുകയുള്ളൂ. അതിന് ചിലപ്പോൾ വർഷങ്ങൾ, ക്ഷമയും സഹനവും ഒക്കെ ഉണ്ടാവണം. ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാവും. എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് നേരിടുക. എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ എൻ്റെ ബ്രാൻഡിനെ വളർത്തുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബ്രാൻഡായി മാറും. ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ഇപ്പം എൻ്റെ ഒരു ഇതായിട്ട് പറഞ്ഞെങ്കിൽ ഇപ്പോൾ കൊളാജിൽ കുറേ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. വർക്കിംഗ് വെച്ചാൽ ബാങ്ക് മാനേജേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ അതേപോലെ റിട്ടയർഡ് ആയിട്ടുള്ള വീട്ടമ്മമാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ന് വെച്ചാൽ അവർ റിട്ടയർഡ് ലൈഫ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം അങ്ങനെ ഉദ്ദേശിച്ച്, അല്ലെങ്കിൽ അവരുടെ പാഷൻ. ഇപ്പോൾ ഇപ്പോൾ എന്നോടൊരു ഫ്രാങ്കായിട്ട് ഒരു ക്ലയൻറ്റ് പറഞ്ഞാണ്, എനിക്ക് ഡോക്ടറാവാൻ താല്പര്യമൊന്നും ഇല്ലായിരുന്നു മാം, ഞാൻ വീട്ടുകാരെ പാഷൻ കൊണ്ട് ഡോക്ടറായതാണ്, പക്ഷെ എനിക്ക് ബിസിനസ്സിനോടാണ് താല്പര്യം. അങ്ങനെ വന്ന് ഇവിടെ പ്രൊഡക്റ്റ് എക്സിബിറ്റ് ചെയ്ത ബ്രാൻഡുകളുണ്ട്. അപ്പോൾ അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാഷൻ, ഒരു ആഗ്രഹം നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. കാരണം ഇത് ടെൻഷൻ ഫ്രീ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. നമ്മളായിട്ട് സെയിൽസ്, മാർക്കറ്റിംഗ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പാഷൻ അതനുസരിച്ച് വളരും. ആരും നാളത്തേക്ക് വേണ്ടി കാത്തിരിക്കാതെ ഇരിക്കുക. ഇന്ന് നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടോ അത് നിങ്ങൾ ബിസിനസ്സിലേക്ക്, ഫാഷനിലേക്ക് ഇറക്കുക എന്നുള്ളതേ ഉള്ളൂ.